ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരു ഉണ്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അധിക പേരും അതിൻ്റെ കുരു കളയാറാണല്ലേ പതിവ്. ഇനിയിപ്പോൾ ഒരാൾ പോലും ചക്കക്കുരു വലിച്ചെറിഞ്ഞ് കളയില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ചക്കക്കുരു ഉണ്ട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ കൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വെയിൽ കൊള്ളിച്ചെടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി ഉണക്കിയെടുത്ത മണലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മണൽ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. മണൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് ചക്കക്കുരു ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മണലിലിട്ട് ചക്കക്കുരു വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് മണലില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ചക്കക്കുരുവിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രതിരോധശേഷി കൂട്ടാനും പ്രത്യേകിച്ച് ക്യാൻസർ വരുന്നതിന് പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ചക്കക്കുരു നമ്മുടെ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും കാൽസ്യവും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ ഇതിൽ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് രാത്രി കാഴ്ച കുറഞ്ഞു വരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതൊരു പരിധി വരെ കുറക്കാൻ ഇത് സഹായിക്കും. അതുപോലെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനും സ്കിന്ന് നന്നായി തിളങ്ങാൻ, അതായത് ഗ്ലോ ചെയ്യാൻ ചക്കക്കുരു ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം. ചക്കക്കുരു ഉണ്ടാക്കാൻ ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് റോസ്റ്റായി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല പോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിലെ മണലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പീനട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പീനട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉണ്ടക്ക് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചക്കക്കുരു കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇതും ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ കടല ഇപ്പോൾ നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു കൊപ്ര ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൊപ്ര കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് കൊപ്ര ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പച്ചത്തേങ്ങ ചിരകിയെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ കൊപ്ര ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചക്കക്കുരുവിൻ്റെ വെളുത്ത ആ പുറംതൊലി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളറിലുള്ള തൊലി ഉണ്ടല്ലോ, അത് കളഞ്ഞെടുക്കണ്ട കേട്ടോ. അതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. കണ്ട, ചക്കക്കുരു ഇതുപോലെ നല്ലതുപോലെ റോസ്റ്റായി കിട്ടണം. ഇത് നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ എൻ്റെ മിക്സിക്ക് പണി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ഇടികല്ലില്ലേ, അതിലിട്ടിട്ട് ഇതൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചപ്പോഴാണ് കേട്ടോ ഓർത്തത് ഇതിൻ്റെ കൂടെ ഏലക്കയും കൂടി ചേർത്ത് കൊടുത്താൽ അങ്ങോട്ട് പൊടിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഞാനിതിലൊരു 6 ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേ സെയിം ജാറിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത പീനട്ട്സ് ഇല്ലേ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാതെ ചെറിയ തരിയോട് കൂടിയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ട കഴിക്കുമ്പോൾ കടല ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായി ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ വലിയ 4 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര എടുക്കുക കേട്ടോ. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഈ ശർക്കര നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്താലാണ് ഈ ഉണ്ട കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കൊപ്ര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഈ നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉണ്ട കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കും. കൊപ്ര ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ചക്കക്കുരുവിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത പീനട്ട്സും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകും. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഒരുക്കിയെടുത്ത ശർക്കരപ്പാനി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഈ കൂട്ടിൽ ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഇത് ചെറു ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ അതായത് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചക്കുറവുള്ള ആളുകൾ ചക്കക്കുരു നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബ്ലഡ് കൂടാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ചക്കക്കുരു ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. ചക്കക്കുരു റോസ്റ്റ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഇതുണ്ടാക്കാൻ. റോസ്റ്റായി കിട്ടിയാൽ നമുക്ക് ഈ ഉണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചക്കക്കുരു ഉണ്ട ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്